എന്താ വി ഡി സതീശ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ പറഞ്ഞത്? പഹൽഗാമിലെ ഭീകരവാദികളോടൊപ്പമാണ് ആര്? സ്വരാജ്. പാകിസ്ഥാൻ വാദിയാണ്. സ്വരാജ് അല്ല, അന്യരാജ് എന്നാണ് വിളിച്ചത് ബി ജെ പിക്കാരൻ. അതല്ലേ കോൺഗ്രസ് ഏറ്റു വിളിച്ചത്? ഒറ്റ ചോദ്യം, പഹൽഗാമിലെ 24 പേരെ വെടിവെച്ചു കൊന്ന ആ ഭീകരവാദികൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യക്കകത്തുള്ള ജമാഅത്തെ ഇസ്ലാമി. ഇത് ഞാൻ പറയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം പറയാ. അവരുടെ കൂടെയല്ലേ വി ഡി സതീശൻ? എന്ത് പറയാനുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. MA ബേബി സഖാവും റഹീം സഖാവും ഇന്നലെയും ഇന്നും കാശ്മീരിലുള്ളത്. കാശ്മീരിലെ പാർട്ടി പ്രവർത്തനത്തിന് പോയതാ. അവരൊരു ചെറുപ്പക്കാരന്റെ ബാപ്പയുടെ ഉമ്മയുടെ കൂടെ ചിത്രമെടുത്തു. ആരാണ് ആ ചെറുപ്പക്കാരൻ? ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോ അവരെ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ചു വീണ ആദിൽ എന്ന മുസ്ലിം. രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടു. ആ രാമചന്ദ്രന്റെ മകൾ ഈ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞെന്താ? എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു എനിക്ക് കാശ്മീരിന്റെ മണ്ണിൽ. പക്ഷേ അതേ കാശ്മീരിന്റെ മണ്ണിൽ 2 സഹോദരന്മാരെ എനിക്ക് തിരിച്ചു കിട്ടി. അവര് മുസ്ലിങ്ങളാണ്. പടച്ച തമ്പുരാൻ അവരെ കാക്കട്ടെ എന്ന് പറഞ്ഞ രാമചന്ദ്രന്റെ മണ്ണാണ് കേരളം. മനസ്സിലായി ഞങ്ങൾക്ക്? ആ രാമചന്ദ്രനെ വെടിവെച്ചു വന്ന കാശ്മീരിലെ ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ചിട്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വരിക ആര്? കോൺഗ്രസ് ഇല്ലേ? ഞാൻ പറഞ്ഞതാ, നിങ്ങൾ പറഞ്ഞല്ലോ മാറി എന്ന് ജമാഅത്തെ ഇസ്ലാമി. എവിടെയാ മാറിയത്? 2 മാസങ്ങൾക്ക് മുമ്പാണ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് സയ്യിദ് കുതുബിന്റെ ചിത്രം എടുത്തുകൊണ്ട്, അസനുൽ ബന്നയുടെ ചിത്രം എടുത്തുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ജാഥ നടത്തിയത് ഇല്ലേ? വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിനോട്, 2 തവണ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയുടെ മണ്ണിൽ നിരോധിച്ചു. ആരാ നിരോധിച്ചത്? 2ഉം കോൺഗ്രസ്. ഒന്ന് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചു. ആ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചപ്പോ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ എന്റെ നാട്ടുകാരനാ, മരിച്ചുപോയി. പേരൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹം എന്താ ചെയ്തറിയോ? അദ്ദേഹം നിരോധിക്കപ്പെട്ടപ്പോ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാ. വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. നിഷേധിക്കപ്പെട്ട ജമാഅത്തുകാരൻ എന്താ പറഞ്ഞത്? ഞാൻ ഇനി ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കില്ല, എനിക്ക് മാപ്പു തരണം. MK മുനീറിന്റെ ലേഖനം എന്റെ കയ്യിൽ, സമയത്തോണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അതിൽ പറയുന്നുണ്ട് മാപ്പു തരണം. എന്നാ ജമാഅത്തെ ഇസ്ലാമിക്കാരാ മനസ്സിലാക്കിക്കോ, അന്ന് നിരോധിക്കപ്പെടാത്ത ഒരു പാർട്ടിയുടെ MLA ആയ ഒരു മനുഷ്യരെ കൂത്തുപറമ്പിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മാറി മാറി പോലീസുകാർ ഇടിച്ചപ്പോ നിലത്ത് വീണിട്ട് റബ്ബർ ബന്ധ പോലെ ചാടി എണീറ്റ് ഓരോ എണീക്കല്ലും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച് അവസാനം ബോധം കെടുവോളം ചോരയിൽ കുളിച്ചു കിടന്ന മനുഷ്യന്റെ പേര് സഖാവ് പിണറായി വിജയൻ. അയാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ചോരയിൽ കുതിർന്ന കുപ്പായവുമായി ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോയി ആഭ്യന്തരമന്ത്രി കരുണാകരന്റെ മുന്നിൽ നിന്ന് ഈ ഷർട്ട് ഉയർത്തിപ്പിടിച്ച്, മിസ്റ്റർ കരുണാകരൻ, നിങ്ങൾക്ക് എന്റെ നട്ടെല്ല് ചവിട്ടിപ്പൊളിക്കാൻ കഴിയും, പക്ഷേ എന്റെ നട്ടെല്ല് നിങ്ങളുടെ മുമ്പിൽ വളക്കാൻ എനിക്ക് മനസ്സില്ലടോ എന്ന് പറഞ്ഞവന്റെ പേരും പിണറായി വിജയനാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം.